ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസണിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനം നടത്തിയ ടീമാണ് മുംബൈ ഇന്ത്യൻസ്. 9ാം സ്ഥാനക്കാരായാണ് ഈ സീസൺ അവസാനിപ്പിച്ചിരിക്കുന്നത്. 14 മത്സരത്തിൽ നിന്ന് 4 ജയം മാത്രമാണ് ഇത്തവണ ചാമ്പ്യൻ നിരയ്ക്ക് നേടാനായത്. മുംബൈയുടെ അവസാന കിരീട നേട്ടം 2020-ലായിരുന്നു. പിന്നീട് കിരീടം നേടാൻ സാധിക്കാതെ പോയ മുംബൈ ചില നിർണായക നീക്കത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഒഴിവാക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. താരമെന്ന നിലയിലും ഹാർദിക്കിനെ നിലനിർത്താനുള്ള സാധ്യത വിരളമാണ്. ഹാർദിക്കിനെ മുംബൈ ഒഴിവാക്കിയാൽ താരം ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കൂടുതൽ. പല CSK താരങ്ങളും ഹാർദിക്കിനെ CSKയിലേക്ക് ക്ഷണിച്ച് രംഗത്തെത്തിക്കഴിഞ്ഞു. മുംബൈ വിട്ടാൽ ഹാർദിക് CSKയിലേക്ക് പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇതിൻ്റെ സൂചന ഹാർദിക് പാണ്ഡ്യയുടെ കാമുകിയായ മഹിക ശർമ്മ നൽകിക്കഴിഞ്ഞു. ഇൻസ്റ്റഗ്രാമിൽ മഹികയുടെ ചിത്രത്തിന് താഴെ ഹാർദിക് കമൻറ്റ് ചെയ്തിരുന്നു. ഇതിന് മറുപടിയായി ഹെലികോപ്റ്റർ എന്നാണ് മഹിക ശർമ്മ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഹാർദിക്കിൻ്റെ കൂടുമാറ്റത്തിന് തെളിവായാണ് ആരാധകർ പറയുന്നത്. ഹാർദിക് പാണ്ഡ്യയെ CSK നായകനാക്കണമെന്നാണ് മുൻ CSK താരമായ സുബ്രഹ്മണ്യ ബദ്രിനാഥ് അഭിപ്രായപ്പെടുന്നത്. ഋതുരാജ് ഗെയ്ക്വാദാണ് നിലവിലെ CSKയുടെ നായകൻ. എന്നാൽ ഋതുരാജിന് കീഴിൽ മികവ് കാട്ടാൻ CSKയ്ക്ക് സാധിക്കാതെ പോയി. ഈ സാഹചര്യത്തിൽ പുതിയ ക്യാപ്റ്റനെ കണ്ടെത്താൻ CSK തയ്യാറായേക്കും. അത് സഞ്ജു സാംസൺ ആയിരിക്കുമെന്ന് പൊതുവെയുള്ള വിലയിരുത്തലുണ്ട്. ഈ സീസണിൽ CSKയിലേക്ക് എത്തിയ സഞ്ജു മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചിരുന്നു. സഞ്ജു രാജസ്ഥാൻ റോയൽസിന്റെ നായകനെന്ന നിലയിൽ മികവ് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സഞ്ജുവിനെ നായകനാക്കണമെന്ന് നിർബന്ധമില്ലെന്നും ഹാർദിക്കിനെ ടീമിലേക്ക് എത്തിച്ച് CSKയുടെ ക്യാപ്റ്റനാക്കണമെന്നുമാണ് ബദ്രിനാഥ് അഭിപ്രായപ്പെടുന്നത്. എന്നാൽ നിലവിലെ സാധ്യതകൾ പ്രകാരം സഞ്ജു സാംസനെ മറികടന്ന് ഹാർദിക് CSK നായകനാകാനുള്ള സാധ്യത വിരളമാണ്. കാരണം സഞ്ജുവിനെ CSKയിലേക്ക് കൊണ്ടുവന്നത് MS ധോണിയാണ്. ഈ സീസണോടെ കളിക്കാരനെന്ന നിലയിൽ കരിയറിന് ധോണി വിരാമം ഇട്ട് കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. അടുത്ത സീസണിൽ ധോണിയെ പരിശീലക സംഘത്തിനൊപ്പം പ്രതീക്ഷിക്കാം. ധോണി സഞ്ജുവിനെ നായകസ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഹാർദിക്കും സീനിയർ താരങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായതാണ് മുംബൈ അദ്ദേഹത്തെ നായകസ്ഥാനത്തു നിന്ന് മാറ്റാനുള്ളൊരു കാരണമാക്കുന്നത്. ഹാർദിക്കിൻ്റെ ശൈലിയോട് ചേർന്നു പോകാൻ പല താരങ്ങൾക്കും പ്രയാസമുണ്ട്. CSKയിലേക്ക് ഹാർദിക്കിനെ ക്യാപ്റ്റനായി കൊണ്ടുവന്നാൽ നിലവിലെ ടീമിൽ ഒത്തിണക്കം നഷ്ടമായേക്കും. എന്തായാലും ഹാർദിക് പാണ്ഡ്യ മുംബൈ വിടുമെന്ന് തന്നെയാണ് നിലവിലെ വിവരം. കൂടുമാറ്റം എങ്ങോട്ടാവുമെന്ന് കണ്ടറിയേണ്ട കാര്യവുമാണ്. KKRനും ഡൽഹി ക്യാപിറ്റൽസിനും ലക്നൗ സൂപ്പർ ജയൻസിനുമെല്ലാം പുതിയ നായകന്മാരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഹാർദിക്കിന് മുന്നിൽ ഒന്നിലധികം അവസരമുണ്ട്. ഹാർദിക് എങ്ങോട്ടാവും പോവുകയെന്നതാണ് ഇനി കണ്ടറിയേണ്ട കാര്യം.